തിരുവനന്തപുരത്തിന്റെ ടൂറിസം മാപ്പിൽ നിന്നും പതുക്കെ ഇല്ലാതാവുകയാണ് നെയ്യാർ ഡാം. ലയൺ സഫാരി പാർക്കിൽ സിംഹങ്ങൾ ഇല്ലാതായതും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയുമാണ് കാരണം. സുരേഷ് ഗോപി ടൂറിസം മന്ത്രിയായതോടെ ലയൺ സഫാരി പാർക്കിനും നെയ്യാർ ടൂറിസത്തിനും പുതുജീവൻ നൽകാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കള്ളിക്കാട് പഞ്ചായത്ത്. സംസ്ഥാനത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ തിരുവനന്തപുരം നെയ്യാർ ഡാമിലെ ലയൺ സഫാരി പാർക്കിന് താഴെ വീണിട്ട് ഏതാണ്ട് 5 കൊല്ലം കഴിഞ്ഞു. വാഹനത്തിൽ പാർക്കിനുള്ളിലൂടെ സഞ്ചരിച്ച് സിംഹങ്ങളെ അടുത്തു കാണാനും അറിയാനും അവസരമുണ്ടായിരുന്നതാണ് നെയ്യാർ ഡാമിലേക്ക് സഞ്ചാരികളെ ആകർഷിച്ചിരുന്നത്. സഫാരി പാർക്കിൽ സിംഹങ്ങൾ ഇല്ലാതായതോടെ സഞ്ചാരികൾ പതിയെ നെയ്യാർ ഡാമിനെയും കൈവിട്ടു. ഇവിടെ എത്തുന്ന സഞ്ചാരികളെ ആശ്രയിച്ച് ജീവിക്കുന്നവരും ഇതോടെ പെരുവഴിയിലായി. അതിപ്പോൾ ലയൺ സഫാരി പാർക്കിൽ ലയൺ ഇല്ലാത്തതിൻ്റെ പ്രശ്നത്തിൽ ടൂറിസ്റ്റിൻ്റെ മേഖലയിൽ ആൾക്കാർ വരുന്നത് കുറവായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് കച്ചവടത്തിനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഈ കട കൊണ്ടാണ് ഉപജീവനമാർഗം നിത്യവൃത്തിക്കുള്ള വരുമാനം ഇതിൽ നിന്നാണ് കിട്ടുന്നത്. വളരെ ബുദ്ധിമുട്ടാണ്. ലയൺ പാർക്ക് ലയൺ ഉണ്ടെങ്കിലേ ഇതിനൊരു മാറ്റം വരുത്തുകയുള്ളൂ. ലയൺ സഫാരി പാർക്കിൽ ഒരു സിംഹം പോലും ഇപ്പം ഇല്ല. അപ്പം ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് ഒരു നടപടിയെടുത്ത് ഈ സിംഹത്തിനെ ഇവിടെ കൊണ്ടുവന്ന് സഫാരി പാർക്ക് തുടങ്ങിക്കഴിഞ്ഞു പോയാൽ നമുക്ക് ഉപജീവന മാർഗം നടക്കും. ഉണ്ടായിരുന്ന സിംഹങ്ങൾക്ക് ബന്ധീകരണം നടത്തിയതോടെയാണ് പാർക്കിന്റെ ശനിദശ തുടങ്ങിയത്. പുതുതായി കൊണ്ടുവന്ന സിംഹങ്ങളും ചത്തതോടെ പാർക്കിന്റെ പ്രവർത്തനം നിലച്ചു. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സിംഹങ്ങളെ എത്തിക്കാൻ ശ്രമം നടത്തിയെങ്കിലും സെൻട്രൽ സൂ അതോറിറ്റി ഓഫ് ഇന്ത്യ അനുമതി നിഷേധിച്ചു. പാർക്കിൽ നിലവിലുള്ള 10 ഏക്കർ ഭൂമി അപര്യാപ്തമാണെന്നും 20 ഹെക്ടർ ഭൂമിയെങ്കിലും സഫാരി പാർക്കിന് വേണമെന്നുമാണ് കേന്ദ്ര ഏജൻസിയുടെ നിലപാട്. ഇത് മറികടക്കാൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി വേണം. തൃശൂർ MP സുരേഷ് ഗോപി കേന്ദ്ര ടൂറിസം സഹമന്ത്രിയായതോടെ വീണ്ടും പ്രതീക്ഷകൾ സജീവമാവുകയാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ സൂ അതോറിറ്റി അത് 20 ഹെക്ടർ ഭൂമി ഉണ്ടെങ്കിൽ മാത്രമേ അതിന്റെ ലൈസൻസ് പുതുക്കി കൊടുക്കൂ എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് നമുക്ക് അവിടെ സിംഹങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കാത്തത്. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് തന്നെ സുരേഷ് ഗോപിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയം നമ്മൾ കേന്ദ്ര ഫോറസ്റ്റ് മന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടും അത് നമ്മളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ കേന്ദ്രത്തിൽ സുരേഷ് ഗോപി ടൂറിസം വകുപ്പ് മന്ത്രി ആയി വന്നതിന് ശേഷം ഈ പ്രവർത്തനങ്ങൾ നമ്മളെ സെൻട്രൽ സൂ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ കാണുന്നതിന് പഞ്ചായത്ത് തലത്തിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി സുരേഷ് ഗോപിക്ക് നൽകിക്കൊണ്ട് സൂ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ലൈസൻസ് എങ്ങനെയാണോ നിലനിർത്തിയിരുന്നത് ആ ലൈസൻസ് നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾക്ക് ആക്കം കൂട്ടണമെന്നുള്ള കാര്യം സുരേഷ് ഗോപി ഓർമ്മ കൊടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. നിലവിലുള്ള 10 ഏക്കർ ഭൂമിയിൽ തന്നെ മുൻ രീതിയിൽ പാർക്ക് പ്രവർത്തിപ്പിക്കാനുള്ള അനുമതിക്കായാണ് പഞ്ചായത്ത് ശ്രമം നടത്തുന്നത്. വിജയിച്ചാൽ നെയ്യാർ ഡാമിലേക്കുള്ള സഞ്ചാരികളുടെ ഒഴുക്ക് വീണ്ടും കൂടുമെന്നാണ് പ്രതീക്ഷ. ജനം, തിരുവനന്തപുരം.